മർച്ചൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ നിയമാവലി അനുസരിച്ച് ഈ അസോസിയേഷൻ എന്തെങ്കിലും ബാധ്യതയുള്ളത് ഈ സ്ഥാനത്തേക്ക് കിട്ടാൻ പാടില്ലാത്തതാണ്. അങ്ങനെ എൻ്റെ അന്വേഷണത്തിൽ ഈ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷെറീഫിനെ ലുലു ഷെറീഫിനെ ഈ ജാമ്യം നിന്ന കേസിൽ ബാധ്യതയുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരനെ ഈ സ്ഥാനത്തേക്ക് കിട്ടാൻ പാടില്ലാത്തതാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇപ്പം ഈ കമ്മിറ്റി ഇരുത്തിയിരിക്കുന്നത്. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മർച്ചന്റ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ അധീനതയിലുള്ള ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് എൻ്റെ വലതുവശത്ത്. ഏകദേശം ഒരു 60 അടി ഫ്രണ്ടേജോട് കൂടി ഈ ഹൈവേ റോഡിന്റെ വലതുവശത്തായിട്ട് ഞാൻ ചൂണ്ടിക്കാട്ടുന്ന ഈ കാണുന്ന സ്ഥലം പൊന്നും വിലയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഏത് കച്ചവടവും ഏത് കാര്യത്തിനും സാധ്യതകളുള്ള ഒരു വലിയ അസറ്റാണ്. ഈ അസറ്റാണ് തൊടുപുഴ മർച്ചന്റ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ ഭരണ അധികാരികൾ അറിയാതെയും അനുബന്ധമായ കമ്മിറ്റികൾ കൂടാതെയും തിരിമറി നടക്കുവാൻ സാധ്യത കൽപ്പിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതും വലിയ ബഹളത്തിനെ തുടർന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പിനെ തുടർന്നും ഇതൊരു കുറുവ സംഘം ഇടപാടാണല്ലോ എന്ന് പറഞ്ഞതിന്റെ ഒരു അനന്തരഫലമായി ചില അംഗങ്ങൾ ഞാൻ ഉൾപ്പെടെ ഭരണസമിതിയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. നിങ്ങൾ യഥാർത്ഥത്തിൽ നേരിട്ട് ഈ പ്രശ്നങ്ങൾ കാണുന്നതിനും ഈ സ്ഥലം കാണുന്നതിനും ഇതിന്റെ ഒരു വാലിഡിറ്റി മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ചില കോണുകളിൽ നിന്ന് ആക്ഷേപത്തിന് ഇരയായ സീനിയർ ആയിട്ടുള്ള വ്യാപാരി നേതാവ് രാമചന്ദ്രൻ ചേട്ടന്റെ വാക്കുകളിലേക്കും നമുക്ക് പ്രവേശിക്കാം. ദീർഘനാള് തൊടുപുഴ പട്ടണത്തില് ഏകദേശം 6 സംവത്സരത്തോളം ആയിട്ട് വ്യാപാരം ചെയ്യുകയും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ തലമുതിർന്ന അംഗവും മുൻ ഭാരവാഹിയും മുൻ ട്രഷറായിരുന്നു. വെൽഫെയർ സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ ട്രഷറായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. ആനിയ വീട്ടിൽ രാമചന്ദ്രൻ ചേട്ടനാണ് എന്നോട് ഒപ്പമുള്ളത്. രാമചന്ദ്രൻ ചേട്ടാ, അങ്ങ് വെൽഫെയർ സൊസൈറ്റിയുടെ ഈ തന്നാണ്ട് വർഷത്തെ ഈ ഭരണസമിതിയിലെ ട്രഷറായിരുന്നു. അങ്ങ് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ ആ സാഹചര്യം പൊതുയോഗത്തിൽ അങ്ങ് പറഞ്ഞ് അങ്ങയുടെ വശത്തുനിന്നുള്ള അതിനെ സംബന്ധിക്കുന്ന സുതാര്യമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനിരുന്നതാണ്. പക്ഷെ പൊതുയോഗം തീരുന്നതിനും അതിന് അവസരം നൽകുന്നതിനും മുമ്പ് ഭക്ഷണം വിളമ്പും കാര്യങ്ങളുമായി പോയതുകൊണ്ട് അത് വ്യാപാരികളോട് അങ്ങേക്ക് സംവദിക്കുവാൻ കഴിഞ്ഞില്ല. ആയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതായത് ഈ പറയപ്പെട്ട 8.25 സെന്റ് സ്ഥലം, ആ സ്ഥലം ഇങ്ങനെ ഒരു നാസർ സൈവ ഇങ്ങനെ വാടകയ്ക്ക് എടുക്കാൻ ഒരു കമ്മിറ്റിയില് തീരുമാനം 15,000 രൂപ പ്രതിമാസം വാടകയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞ് കമ്മിറ്റി തീരുമാനം എടുത്ത് മിനിറ്റ്സ് ചേർത്ത് വിട്ട് കാണും ഞാൻ ഉദ്ദേശിച്ചത്. അവരാണ് എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ കമ്മിറ്റി തീരുമാനം എടുത്തു. അത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ കമ്മിറ്റി തീരുമാനം എടുത്തിട്ടില്ലല്ലോ. ആദ്യം മുമ്പത്തെ കമ്മിറ്റി അസോസിയേഷന്റെ കമ്മിറ്റി ഈ വർഷത്തെ തന്നാണ്ട് വെൽഫെയർ സൊസൈറ്റിയുടെ കമ്മിറ്റി ഈ തീരുമാനം എടുത്തിട്ടില്ല. വെൽഫെയർ സൊസൈറ്റിയുടെ എടുത്തില്ല, അസോസിയേഷനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അതിലേക്ക് ചില ഭരണസമിതി അംഗങ്ങളെ അസോസിയേഷൻ സപ്ലൈ ചെയ്യണമെന്നുള്ളൂ. ഇതിന്റെ ഭരണം വെൽഫെയർ സൊസൈറ്റിയാണ് നടത്തുന്നത്. അപ്പൊ ഈ തന്നാണ്ട് വർഷത്തിലെ വെൽഫെയർ സൊസൈറ്റിയുടെ കമ്മിറ്റി കൂടി ഇത് സംബന്ധിച്ച ഒരു തീരുമാനവും പിന്നീട് പിന്നെ ഇങ്ങനെ 15,000 വാടകയ്ക്ക് എടുത്തോളാം എന്ന് പറയും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, നാസറെ ഇപ്പൊ എന്താ ഉദ്ദേശം എന്താണ്, ഇതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു? പറഞ്ഞു ഞാൻ ഒരു നഴ്സറി കൂട്ടുകാരെ, അപ്പം അവർ ഇത് നമുക്ക് മുതലാവുന്ന കാര്യമാണോ, നമുക്ക് മുതലിക്കുമോ എന്ന് ചോദിച്ചു. അത് കുഴപ്പമില്ല, ഞാൻ 2 പെണ്ണുങ്ങളെ നിർത്തി ചെയ്യിക്കാനുള്ള പരിപാടിയാണ്, മണ്ണിട്ട് ലെവൽ ചെയ്ത് ഭംഗിയാക്കിയിട്ട് നഴ്സറിക്കുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഈ എഗ്രിമെന്റ് രജിസ്റ്റർ ഇറക്കുന്നതിന്റെ അന്ന് ഒരു അതിന്റെ 1/2 മണിക്കൂർ കടയിൽ ഒന്ന് ഞാൻ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഒപ്പിട്ട് കൊടുത്ത് ഞാൻ അവിടെ ചെല്ലുമ്പം ഈ ഓഫീസർ മുമ്പില് നാസർ സയ്യയുടെ മോൻ സുൽത്താൻ, പിന്നെ സർഗം ഷെറീഫ്, ഇതിലുണ്ട് മുറിക്കകത്തിരിപ്പുണ്ട്. അപ്പൊ ഞാൻ അകത്ത് കയറി ചെല്ലാൻ ചെന്നപ്പം സാറ് പറഞ്ഞു, നമുക്ക് ഇപ്പൊ അകത്ത് ഓഫീസർ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് കയറി ചെല്ലണ്ട, കുറച്ച് കിട്ടാന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു. അപ്പം ഈ ഞാൻ പറഞ്ഞ വാക്കിനെ വരാൻ എഴുതി കൊടുക്കുന്ന വാക്കിനേക്കാളും പറയുന്ന വാക്കിനാണ് ഞാൻ വില കൽപ്പിച്ചോളൂ. അപ്പൊ അതും പറഞ്ഞു അവര് നേരത്തെ പറഞ്ഞു പലപ്പോഴും 4 ടൈമില് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാണല്ലോ. അപ്പൊ പറഞ്ഞ സത്യമാണെന്ന് വിചാരിച്ചു ഞാൻ ഒപ്പിട്ടു. അപ്പം തേർക്ക് ഓഫീസർ ചോദിച്ചു, വായിച്ചു കേട്ടോ എന്ന് ചോദിച്ചു. വായിച്ചു കേട്ടു എന്ന് ഞാൻ പറഞ്ഞു. അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഓഫീസർമാർക്ക് എന്തോ മനസ്സിലായി. അവർ ഓഫീസിൽ നിന്നാണ് ഇത് പുറത്ത് ഒരു 5 മണി ആയി കാണും. അപ്പം ആരൊക്കെ ഇൻഫർമേഷൻ കൊടുത്ത് എന്തോ പന്തികേട് തോന്നിട്ട് ഇങ്ങനെ
ഈ ഇതിന്റെ കോപ്പി ആ പാർട്ടി അയച്ചു കൊടുത്തു. ആർക്കാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഏത് അസോസിയേഷൻ ബന്ധപ്പെട്ട വിവരാവകാശം വെച്ചെടുക്കുകയായത് അത് അത് അന്ന് തന്നെ കൊടുത്തു. വിവരാവകാശം എത്തിക്കാനുള്ള സമയമായിട്ടില്ല. അപ്പം അവർ അയച്ചു കൊടുത്തിട്ട് അവര് അങ്ങനെയാണ് അസോസിയേഷന്റെ എല്ലാ അംഗങ്ങളുടെയും ഫോണിലേക്ക് ഇതിന്റെ രേഖ വന്നത്. അപ്പം ഞാൻ ഇവര് വാക്ക് വിശ്വസിച്ച് ഒപ്പിട്ട് കൊടുത്തതുകൊണ്ട് ഈ രേഖ രജിസ്റ്റർ ആവുകയും അത് എല്ലാവരും ഞാൻ അന്ന് എതിർത്തായിരുന്നെങ്കിൽ ഒപ്പിടൽ നടക്കില്ല. ഇത് പുറത്ത് ആരും അറിയില്ല. ചേട്ടൻ സത്യം പറഞ്ഞാൽ അവരെ വിശ്വസിച്ചു. അപ്പൊ അത് ഈ ഞാൻ ഒപ്പിട്ട് കൊടുത്തോണ്ടാണ് ഈ രേഖ പുറത്തു വന്നത്. അത് ആരും പുറത്തറിയാൻ പോകുന്നില്ല. അവര് പറഞ്ഞ് വിശ്വസിക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഒരു എന്നെ വിളിച്ചില്ല. പിന്നെ രണ്ടാഴ്ച ഇങ്ങനെ ഈ ഷെറീഫ് വിളിച്ചു തന്നെ. ഞാൻ അത് ഒരു കമ്മിറ്റി എന്നെ വിളിച്ചില്ല. പക്ഷേ ഈ അപ്പോഴത്തെ ട്രഷർ മറ്റേ എന്നെ ഇന്ന ദിവസം മീറ്റിംഗ് ഉണ്ട് കേട്ടോ ചെന്നു. ചെന്നപ്പം ഞാൻ കമ്മിറ്റി കയറി. അന്ന് ലോൺ പാസ്സാക്കാൻ ഒരാളെ ഒപ്പിട്ട് ഞാൻ ഒരാൾ ഒപ്പിട്ട. ഇത് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പം ഈ ഷെറീഫ് എന്നെ വിളിച്ചു. അതിനായിട്ട് അന്ന് മീറ്റിങ്ങിന് വന്നേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല, ഇവിടെ ട്രഷർ സ്ഥാനം മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ. അല്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മൊത്തം അംഗീകരിച്ചേക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം. ഞാൻ ഒരു 3 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടച്ചു കഴിയുമ്പോൾ ഒരു 40 ആഴ്ച കൊണ്ട് അടച്ചിരുന്നോ അത് തീർന്നാലും ഞാൻ പ്രദേശത്ത് കയറണില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ആവശ്യം വിളിക്കുവാണെങ്കിൽ വരും, അല്ലെങ്കിൽ അത് വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഈ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഈ ചേട്ടനെ ഒരു വിശ്വാസ വഞ്ചന, വാക്കിന്റെ വിശ്വാസ വഞ്ചന നടത്തി പ്രായമുള്ള ഒരു വ്യാപാരി എന്നുള്ള നിലയിലും മുതിർന്ന ഭാരവാഹി എന്നുള്ള നിലയിലും പറ്റിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം വിവിധ കോണുകളിൽ നിന്ന് ഇത് സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടായപ്പോൾ ആ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഖജാൻജി സ്ഥാനം വെൽഫെയർ സൊസൈറ്റിയുടെ രാജിവെച്ചു. പക്ഷെ ആ രാജി പേപ്പറിൽ മെമ്പർ സ്ഥാനം, കമ്മിറ്റി അംഗം എന്നുള്ള, ഭരണസമിതി അംഗം എന്നുള്ള സ്ഥാനം ഒരിക്കലും രാജിവെച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം വീണ്ടും കമ്മിറ്റിക്ക് ചെന്നപ്പോൾ താങ്കൾ വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതായത് സത്യമായും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടും നടപടി. അവർ ചില ആളുകൾക്ക് ഒത്താശ ചെയ്ത് നിന്നില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ വേണ്ട എന്നുള്ള ഒരു അഡ്രമന്റ് തീരുമാനം അത് ജനാധിപത്യ വിരുദ്ധമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ സംവദിക്കുന്നതിനും ആ സത്യനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിനുമാണ് ഞങ്ങൾ ഈ സംവാദത്തിൽ ഏർപ്പെട്ടതും ഈ വീഡിയോ തയ്യാറാക്കിയതും. തീർച്ചയായിട്ടും ചേട്ടൻ കഴിഞ്ഞ പൊതുയോഗത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുതാര്യമായി സംസാരിക്കണമെന്ന് കരുതിയതാണ്. അവിടെ അതിനുള്ള അവസരം ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഉദ്യമത്തിന് ചേട്ടൻ മുതിർന്നത്. അദ്ദേഹം എന്നെ വിളിച്ച് ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി 60 സംവത്സരമായിട്ട് ഞാൻ വ്യാപാരം ചെയ്യുന്ന, അല്ലെങ്കിൽ കുടുംബ മഹിമ കൊണ്ടും പാരമ്പര്യം കൊണ്ടും വിശ്വാസം ആർജിച്ച ഒരു സീനിയർ അംഗം എന്നുള്ള നിലയിൽ എനിക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാനസികമായി ഉണ്ടായ ഡാമേജ് അത് പരിഹരിക്കുന്നതിനും ആളുകളുമായി ഈ വിഷയം സംവദിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആക്കി നിങ്ങളുമായി സംസാരിക്കുന്നതിനും സംവദിക്കുന്നതിനും വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണത ഇതുപോലെ തന്നെ ഏഷ്യൻ ഹാർഡ്വെയറിന്റെ ടോമി എന്ന് പറയുന്ന ആൾ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ധാർമ്മികമായി ഈ വിഷയത്തിന്റെ പുറത്ത് രാജിവെക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെയും കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ചില ആളുകൾ, ഈ കൈവരലിൽ എണ്ണാവുന്ന ജസ്റ്റാനിജന്മാര് ചില ആളുകളുടെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഈ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ക്രയവിക്രയങ്ങളും അനുബന്ധമായ നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നതിനുള്ള തീവ്രമായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രമത്തിനെയാണ് ഇതൊരു കുറുവ സംഘം ഇടപാടാണല്ലോ എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ആ ചൂണ്ടിക്കാട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ എന്നെയും മാറ്റി നിർത്തിയാണ് ഉണ്ടായത്. ഇതിൽ നിങ്ങൾ പ്രതികരിക്കണമെന്ന് വിനീതമായി ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് സഭ്യമായ ഭാഷയിൽ നിങ്ങൾ പ്രതികരിക്കണം എന്നും ഇതിന്റെ ഭരണഘടനയും എല്ലാം അനുവർത്തിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.